സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഭർത്താവുമായി അകന്നു കഴിയുന്ന രേഷ്മയെ കഴിഞ്ഞ ദിവസമാണ് ആൺ സുഹൃത്തിനൊപ്പം താമസിക്കുന്ന ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ തമ്മിൽ നിരന്തരം വഴക്കും വാക്കുതർക്കങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. മരണത്തിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്നതാണ് രേഷ്മയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. അതേസമയം രേഷ്മയുടേത് തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ആദൂർ സ്വദേശിയായ രേഷ്മയെ കഴിഞ്ഞ ദിവസമാണ് ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു ഇവർ താമസം. ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും വഴക്കും പതിവായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആൺ സുഹൃത്ത് ജോലിക്ക് പോയ സമയത്തായിരുന്നു ആത്മഹത്യ. ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് ആൺ സുഹൃത്ത് വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിലെ മുറിയിൽ രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഷ്മയുടേത് തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തൽ. രേഷ്മയുടെ പിതാവും ജീപ്പ് ഡ്രൈവറുമായ ഗംഗാധരനും ഇളയ സഹോദരൻ രഞ്ജിത്തുമാണ് മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത് അവൾ തന്നെ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനത്തേതിപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും കാണുന്നില്ല. ആ വീട്ടിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് 24-ാം താരീഖിന് വന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് വന്ന വീട്ടിൽ നിന്ന് റൂമിലേക്ക് വന്നതാണ്. ഇന്നലെ ഈ സമയത്താണ് ഉച്ചയാകുമ്പോൾ 1:30-2 മണിക്കുള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മകള് തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ സംശയമില്ല, അവളെ ഒന്നിച്ചിട്ടുണ്ടായിന്ന് ഉള്ളത് മാത്രം. പിന്നെ വേറെന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യം അറിയുന്നുമില്ല. കേസ് കൊടുത്തിട്ടുണ്ട്, മകൻ കൊടുത്തിട്ടുണ്ട്. വിവാഹമോചനത്തിന് പിന്നാലെ രേഷ്മ വലിയ തോതിലുള്ള മാനസിക വിഷമത്തിലായിരുന്നുവെന്നും എന്നാൽ ഇത് പുറത്തു പറയാതെ ഉള്ളിലൊതുക്കിയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. പ്രണയിച്ച് വിവാഹിതരായ രേഷ്മയും ഭർത്താവ് പ്രജുലും 1 മാസം മുൻപാണ് കുടുംബ കോടതി വഴി ഔദ്യോഗികമായി വിവാഹബന്ധം വേർപിരിഞ്ഞത്. 5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഇവർക്ക് 4 വയസ്സുള്ള മകനുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മാനസികമായി ഏറെ തളർന്നിരുന്നുവെങ്കിലും അത് പുറത്തു പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് രേഷ്മ ശ്രമിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. പ്രമോഷൻ വീഡിയോകളുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി യാത്രകൾ ചെയ്യുമ്പോൾ മകനെ ആദൂരിലെ വീട്ടിൽ മാതാപിതാക്കളുടെ അടുത്ത് ഏൽപ്പിക്കാറാണ് പതിവ്. സംഭവ ദിവസം മകൻ ആദൂരിലെ വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമായിരുന്നു. മരണത്തിന് മുൻപ് അസ്വാഭാവികമായ സന്ദേശങ്ങളോ ഫോൺ കോളുകളോ രേഷ്മയിൽ നിന്നുണ്ടായിരുന്നില്ലെന്നും കുടുംബം പറയുന്നു. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു ചിന്നു പാപ്പു. ഇവർക്ക് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നു പാപ്പുവിന്റെ നിരവധി വീഡിയോകൾ വൈറലായിരുന്നു. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തിയിരുന്ന വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരായുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.